ഹായ് ഫ്രണ്ട്സ്, നമസ്തേ, ശുഭദിനം. ഇന്ന് കർക്കിടക വാവ് പിതൃക്കൾക്ക് പ്രണാമം ആദ്യം അർപ്പിക്കുന്നു. ഇന്ന് സ്പെഷ്യൽ എന്താണെന്നറിയോ? ലൈഫ് ഓഫ് ഹാമയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ. ഇന്ന് കർക്കിടക വാവിന് പിതൃക്കൾക്ക് നമ്മൾ കൊഴുക്കട്ട, പായസം ഇതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ടുള്ള ക്യാരറ്റ് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അരിമാവ് കുറുക്കിയെടുക്കണം കേട്ടോ. നല്ലത് സെറ്റാവുള്ളൂ. നമ്മൾ ഇടിയപ്പത്തിനും ഒക്കെ ചെയ്യില്ലേ, സെറ്റാവില്ല. എന്നിട്ട് നെയ്യ് പരട്ടിയിട്ട് വേണം ഇത് ശരിയാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ ആക്കിയിട്ട് ബോൾസുകളാക്കുക. ഉപ്പിട്ടിട്ട് അരിപ്പൊടി കുറുക്കിയെടുത്ത് സെറ്റാക്കി എടുത്ത് വയ്ക്കുക. ചൂടാറണം, അതിന് ശേഷം ഇതുണ്ടാക്കാൻ പാടുള്ളൂ. പിന്നെ അവിൽ കുറച്ച് 2 സ്പൂൺ അവിലും കുറച്ച് തേങ്ങയും 2 സ്പൂൺ ശർക്കര ഉരുക്കിയത്. ഇവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ട് 2 സ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അതും പിന്നെ ക്യാരറ്റ് ഗീയിൽ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഏലക്കയും കൂടിയിട്ട്. ഇത് തേങ്ങ, ശർക്കര പാനി, ജീരകം, ഏലക്ക, പിന്നെ 2 സ്പൂൺ അവിൽ കൂടി ചേർത്ത് നെയ്യും കേട്ടോ. നെയ്യിൽ സോട്ട് ചെയ്തതാണ്. അതെ കണ്ടോ, ഇങ്ങനെ ആക്കാൻ പറ്റും. ഇത് നമ്മൾ പൊടിയിൽ വെള്ളം അങ്ങനെ തെളിച്ചിട്ട് കുഴച്ചാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കണ്ടോ, ഹോൾസൊക്കെ വരും. ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടും. നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ അതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, വലിച്ചു നീട്ടാൻ പറ്റും. ഓക്കെ, കുറച്ച് ക്യാരറ്റ് വെച്ചു വിളയിച്ചത്, പിന്നെ തേങ്ങയും അവിൽ കൂടി വിളയിച്ചത് കണ്ടോ. എത്ര വേഗം ഉണ്ടാക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു മധുരം കഴിക്കണം തോന്നി. ഇതിൽ കുറച്ച് തേനും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ശർക്കര പാനി ആക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് തേൻ ഒഴിക്കും ഞാൻ. ഇതിൽ വേണമെങ്കിൽ റേസിൻസോ കാഷ്നട്ട് ഇതൊക്കെ വെക്കാം. ഇത് പിന്നെ സാധാ കൊഴുക്കട്ടയെ കാരണം ഞാൻ കുറച്ച് മോഡിഫൈ ചെയ്തുള്ളൂ. ക്യാരറ്റ് ഇത് ഹേമ സ്പെഷ്യൽ ക്യാരറ്റ് വഴറ്റിയത്. ഓക്കെ, അപ്പോൾ കൊഴുക്കട്ട നല്ല ഇങ്ങനെ ബോൾസാക്കി ഞാൻ ആവിയിൽ സ്റ്റീം കൊള്ളിച്ചിട്ട് കാണിക്കാമേ. കണ്ടോ, വലിയ ബോൾസ് ആക്കാൻ പറ്റും നമുക്ക്. നല്ല നെയ്യ് കണ്ടോ, കയ്യിൽ നെയ്യ് തടവണം, എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം. ഇതാണ് പിതൃക്കൾക്ക് നമ്മൾ രാത്രി കർക്കിടക വാവിൽ സന്ധ്യ നേരത്തെ വിളക്ക് വെച്ചിട്ട് ഇത് വെക്കും. ഓക്കെ, ഇഷ്ടമായോ? ഇത് ക്യാരറ്റ് കൊഴുക്കട്ടയാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുന്നതല്ല. ഇത് ഹേമ സ്പെഷ്യൽ കൊഴുക്കട്ടയാണ്. അത് അടുത്തത് വെന്തത് സ്റ്റീം കൊള്ളിച്ച് വേവിക്കും. അത് ഞാൻ ഉണ്ടാക്കുന്ന വിധം പറയാമേ. ക്യാരറ്റ് സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യാസമായിട്ട് നെയ്യിലാണ് എല്ലാം വഴറ്റിയെടുക്കുക. സോട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ നെയ്യിൽ സോട്ട് ചെയ്ത പത്തിരിപ്പൊടി തിളച്ച വെള്ളത്തിൽ കുറുക്കിയെടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് അതിങ്ങനെ ഉണ്ട പിടിച്ചതിന് ശേഷം അവലും തേങ്ങയും ശർക്കരയൊക്കെ വിളയിച്ച് വെക്കണം കേട്ടോ. ഒക്കെ തണുത്തതിന് ശേഷമേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഉണ്ടയൊക്കെ ഇതൊക്കെ ഉണ്ടോ ഉണ്ടാക്കി വെച്ചത് ഇതൊക്കെ പൊട്ടിപ്പോവും കണ്ടോ. ഇത് ഭംഗിയായിട്ടിരിക്കണേ. അപ്പോൾ ഇങ്ങനെ പൊട്ടാതെ കിട്ടണമെങ്കിൽ നമുക്ക് കുറുക്കിയെടുക്കണം. പിന്നെ അതുപോലെ തണുക്കണം, നല്ല തണുപ്പിച്ചിട്ടാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്യണേ, ചെയ്ത് നോക്ക്. പായസമൊക്കെ കഴിക്കണേക്കാളൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, വീട്ടുകാർക്കും കഴിക്കാം. ഇതിൽ തേൻ ചേർത്തുണ്ട്, ശർക്കര പാനി 2 സ്പൂണും തേനും ചേർത്തതാട്ടോ. അധികം പിന്നെ ഇന്നത്തെ കറിയുടെ കാണിച്ചു തരട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കിങ്ങിണി പുളിശ്ശേരി 1 മിനിറ്റ് കറിയാണ്. 1 മിനിറ്റ് വേണ്ടുള്ളൂ. കണ്ടോ എന്ത് ഭംഗി, ടേസ്റ്റ് ആണെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ. ഇത് നെയ്യിൽ തന്നെ വറുത്തിടണം. ആണ് കിങ്ങിണി പുളിശ്ശേരി, വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.